യെസ്, പയ്യാനിത്തോട്ട സ്വദേശി മനീഷ് ഉണ്ട് കൂടുതൽ അവിടുത്തെ പ്രദേശവാസിയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. അവിടെ അമ്മയും മകനും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. മനീഷ്, ഇപ്പോൾ ശക്തമായ മഴ തുടരുകയാണോ? ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയോ? പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന്റെ മുകളിലേക്ക് ഉരുള് പൊട്ടി മൊത്തം മണ്ണ് കിടക്കാണ്. TV പറഞ്ഞപ്പോൾ ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പം അനാവശ്യമായിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലേ ഇതിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തുള്ളൂ. വീടിന്റെ മുകളിൽ മൊത്തം മണ്ണ് കിടക്കുക. അപ്പോൾ വലിയ ഒരു ഉരുൾപൊട്ടലാണോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലാണോ അവിടെ ഉണ്ടായിട്ടുള്ളത്? അതെ, വലിയ ഉരുൾപൊട്ടലാണ്. മനുഷ്യ, പയ്യാനിത്തോട്ടത്തെ താങ്കൾ താമസിക്കുന്ന ആ പ്രദേശത്തുള്ള വീടിന്റെ മുകളിലാണോ ഇത്തരത്തിൽ മണ്ണ് വീണ് അപകടം ഉണ്ടായത്? ഞാൻ ഈ പ്രദേശത്തെ കേബിളിന്റെ ഓപ്പറേറ്ററാണ്. ഞാനപ്പോൾ ഇങ്ങനെ അത് അറിഞ്ഞിട്ട് വന്നതാണ് ഇവിടെ. ശരി, അത് ആൾതാമസമുള്ള വീടാണോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരമുണ്ടോ? താമസമുള്ള ഏരിയ ആണ്, ഒത്തിരി ആൾതാമസമുള്ള ഏരിയ ആണ്. അതിന്റെ കുറെ മുകളിൽ നിന്നാണ് ഒരു മലയുടെ മുകളിൽ നിന്നാണ് ഉരുളുപൊട്ടി വന്നത്. അത് ഈ വീടിന് മുകളിലേക്കാണ് വന്ന് വീണത് മൊത്തം. അവിടെ ഉണ്ടായിരുന്ന വീടിന്റെ മേൽക്കൂരയൊക്കെ ഒരു 50 മീറ്ററോളം ദൂരം മാറിപ്പോയി. മറ്റാളുകളെ മാറ്റാനായിട്ടുണ്ടോ അവിടെയുള്ള? സേഫ് ആണ്, ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ വീട്ടിൽ ഇപ്പൊ ഈ അമ്മയും മകനും മാത്രമാണോ ഉണ്ടായിരുന്നത്? മറ്റാളുകൾ ആരും ഉണ്ടായിരുന്നില്ല? പറഞ്ഞത്. അതെ, മറ്റേ ആൾക്കാരില്ലായിരുന്നു ഇവിടെ. ഓക്കെ, അപ്പൊ ഈ മണ്ണ് പൂർണ്ണമായി മാറ്റുക എന്ന് പറയുന്നത് സമയമെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതെ, ഇപ്പോഴാ JCB ഇവിടെ കയറി വരാൻ പറ്റിയ. വീടിനടുത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ JCB. അങ്ങോട്ട് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ ഇപ്പോഴും ഇതേ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. വെള്ളം ഒഴുകുന്ന സ്ഥലത്തൂടെ ഇപ്പോഴും വെള്ളം ഒഴുകുകയാണ്. മണ്ണ് മുഴുവൻ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഏകദേശം ഒരു 100 മീറ്റർ മുകളിൽ നിന്നാണ് ഈ മലയിടിഞ്ഞ് വന്നേക്കുന്നത്. മലയിടിഞ്ഞ് ഞാൻ ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. ഓക്കെ, ഈ സാഹചര്യം അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ രാവിലെ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ അല്പം ഭീതിപ്പെടുത്തുന്ന ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഒതുക്കുങ്ങൽ കുരുണിയപ്പറമ്പിൽ നല്ല മഴയുണ്ട്. ഇതൊക്കെ കമന്റ് ബോക്സിൽ ചില വിവരങ്ങൾ നൽകുന്നുണ്ട് ആളുകൾ. കോഴിക്കോട് കോടഞ്ചേരിയിൽ കനത്ത മഴയുണ്ടെന്ന് പറയുന്നു. പുനലൂർ വളക്കുടി പഞ്ചായത്തിൽ വലിയ മഴയാണ്. ഏലപ്പാറ പഞ്ചായത്ത് ചെമ്മണ്ണ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട് മുഴുവൻ ഒലിച്ചുപോയി. മഞ്ചേരിയിൽ കനത്ത മഴയുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കക്കിക്കവലയിൽ വീടുകളിലും കടകളിലുമൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് കോടഞ്ചേരിയിൽ കനത്ത മഴയാണ്. ഇത്തരത്തിൽ ഒരുപാട് വിവരങ്ങൾ ആളുകളും പങ്കുവെക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിന് താഴെ വന്ന് ഒരുപാട് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് പലയിടത്തും. ഇടവിട്ട് അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുള്ളത് ഇടുക്കിയിലും അതുപോലെ തന്നെ കോട്ടയത്തുമാണ്. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായൊക്കെയാണ് വിവരം. ഈ പയ്യനിത്തോട്ടത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയും മകനും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. ഇടുക്കിയിൽ 2 ഇടങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭ്യമാകുന്നുണ്ട്. പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്.